ഡോക്ടർ പി കെ ഗോപൻ, അതായത് ഇത് ആരോഗ്യപരമായൊരു കാര്യമല്ലേ? തെറ്റുണ്ടെങ്കിൽ തിരുത്തും, അങ്ങനെ തിരുത്തുന്നൊരു പശ്ചാത്തലമല്ലേ? അതല്ലേ ഒരു ജനാധിപത്യത്തിൻ്റെ ആംബിയൻസ് എന്നത്. നിങ്ങളിതിനെ എല്ലാം അങ്ങ് സംഘപരിവാർ വൽക്കരണമെന്ന് കണ്ടാലോ? ഓരോ പോസ്റ്റിംഗ് കഴിഞ്ഞും അടുത്തത് തിരുത്തുക എന്നുള്ളതാണോ? ഇവിടെ അദ്ദേഹം വളരെ ലളിതമായിട്ടാണ് ഈ പ്രശ്നത്തെ കാണുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം LDF അധികാരത്തിലിരിക്കുമ്പോൾ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ കേരളത്തിലെ മുഴുവൻ ഇസ്ലാമിക സംഘടനകളെയും കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി കനകോലുവിന്റെ വളരെ ശക്തമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷം എന്തു ചെയ്താലും അത് BJP ഡീല് എന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ നന്നായിട്ട് പരിശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ പറ്റില്ല, അത് BJP ഡീലാണ്. ഗവർണർ വരുമ്പോ മുഖ്യമന്ത്രി എഴുന്നേക്കാൻ പാടില്ല, അത് BJP ഡീലാണ്. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പോയി കാണാൻ പാടില്ല, അത് BJP ഡീലാണ്. ഇത് ഉന്നയിക്കുന്നത് ചെറിയ ആളുകളൊന്നുമല്ല, KC വേണുഗോപാൽ ഉൾപ്പെടെയാണ് ഉന്നയിച്ചത്. അമിത്ഷായെ കണ്ടു, അത് BJP ഡീലാണ്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി, അത് BJP ഡീലാണ്. ഇങ്ങനെ PMCയിൽ ഒപ്പിട്ടു, അത് BJPയുടെ അജണ്ട നടപ്പിലാക്കാൻ BJP മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം, CPIM ഇടതുപക്ഷത്തിൽ നിന്ന് വ്യതിചലിക്കുകയും BJPയുമായിട്ട് ബാന്ധവം ഉണ്ടാക്കുകയും ചെയ്തു എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് വെറുതെ ചാനലുകളിലും മാധ്യമങ്ങളിലും പിന്നെ യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയയിലോ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായ സ്ക്വാഡ് വീടുകളിൽ കയറി. അങ്ങനെ വീടുകളിൽ കയറി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സ്ക്വാഡ് കയറിയിട്ട് SIR നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണെന്ന് പറഞ്ഞു. ഇത് നരേന്ദ്രമോദിക്ക് വേണ്ടി പിണറായി വിജയനാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. മുണ്ടുടുത്ത മോഡിയാണ് പിണറായി വിജയൻ. ഈ ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരികയും മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ ചടങ്ങിൽ തന്നെ വന്ദേ മാതരം ആലപിക്കുകയും ചെയ്യുന്നു. 1937 AICC സമ്മേളനമാണ് വന്ദേ മാതരത്തിന്റെ പല്ലവി മാത്രം, പല്ലവിയോ വേണ്ടി വന്നാൽ അനുപല്ലവിയോ മാത്രമായിട്ട് ആലപിക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം കടുത്ത വർഗീയത പ്രസരിപ്പിക്കുന്ന ഹിന്ദു ദൈവങ്ങളെ വളരെ ആവേശപൂർവ്വം ചിത്രീകരിക്കുന്ന ഒന്നാണ്. അതൊരു സെക്കുലർ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ അഭികാമ്യമായ ഒരു കാര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞു. ആരുടെ നേതൃത്വത്തിലാ? പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ. ആ പണ്ഡിറ്റ് നെഹ്റുവിന്റെ പേരുപയോഗിച്ചിട്ടാണ് ഇപ്പൊ സതീശൻ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നത്. അത് അദ്ദേഹം കൂടുള്ളവർക്കുള്ള മറുപടിയായിട്ടാണ് അത് കൊടുക്കുന്നത്, അത് വേറൊരു കാര്യം. അങ്ങനെ വന്ദേ മാതരം ആലപിക്കുന്നു. അത് ഒരു പ്രാവശ്യമല്ല, അതിനുശേഷം അത് അസംബ്ലിയിലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കുന്നു. BJP അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പോ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ശ്രീ രാജേന്ദ്രൻ സാറെ? രണ്ടാമത് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരളം കേട്ടിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരളത്തിൽ ജാതിവാല് മുറിച്ചെറിയുക എന്നുള്ളതായിരുന്നു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട. മന്നത്ത് പത്മനാഭൻ പോലും ആ സാമൂഹ്യ സന്ദർഭം, ചരിത്ര സന്ദർഭത്തെ ഞാൻ ഇവിടെ സമയക്കുറവുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് മന്നത്ത് പത്മനാഭൻ പോലും, അതുകൊണ്ട് ഒരാളിന്റെ പേരിനോടൊടുവിൽ ജാതിവാലുണ്ടെങ്കിൽ അദ്ദേഹം ജാതി ചിന്താഗതിക്കാരനാണെന്നല്ല പറയുന്നത്. പക്ഷെ ജാതിവാൽ ഉപയോഗിക്കാതിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ജാതിവാലിനെ ഉയർത്തിപ്പിടിക്കുന്നു. സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് നിശ്ചയിച്ചത് VD സതീശൻ എന്ന ആളിനെയാണ്. പക്ഷെ സത്യപ്രതിജ്ഞ ചെയ്ത് പുറത്തു വന്നത് VD സതീശൻ മേനോൻ എന്ന ആളാണ്. എന്തിനാണ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം ജാതിവാലി മുന്നോട്ട് വെച്ച് നിങ്ങൾ കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്തോ? നിങ്ങളെ പോലെ ശുദ്ധാത്മകളായിട്ടുള്ള കോൺഗ്രസ്സുകാര് അല്ലെങ്കിൽ അതിന്റെ അനുഭാവികൾ ചർച്ച ചെയ്തോ? കാരണം അത് ചങ്ങനാശ്ശേരിക്ക് കൊടുത്ത മുന്നറിയിപ്പാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് NSS നിൽക്കുന്നതെങ്കിൽ ഞാൻ അതിനേക്കാൾ കൂടിയ നായരാണ്. അതായത് രമേശൻ നായരല്ല, ഞാൻ സതീശൻ മേനോനാണ്. സാമ്പ്രദായിക രീതി അനുസരിച്ച് നമ്മുടെ നാട്ടിൽ പണ്ട് രാജാക്കന്മാർ നായർ വിഭാഗത്തിന് പതിച്ചു കൊടുത്തതാണ് ഈ മേനോൻ, ഉണ്ണിത്താൻ, പിന്നെ ഉണ്ണി, നായർ, പിള്ള എന്നൊക്കെയുള്ള പേരുകൾ. അതിൽ കൂടിയ ആളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ നിങ്ങൾ നായരല്ലാത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രിയാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ബഹളങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല എന്ന സൂചന കൂടി കൊടുക്കുകയും കേരളത്തിലെ ജാതി ചിന്താഗതിക്കാർക്ക് അതൊരു സന്ദേശമായിട്ട് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം കേരളത്തിലെ എല്ലാ ഉയർന്ന പോസ്റ്റിലും, ഞാൻ ഇന്നലെ ഒരു ചാനലിൽ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടത്തിയ വാചകം ആവർത്തിച്ചാൽ കേരളം ഭരിക്കുന്നത് UDF ആണ്.
കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി, ലീഗാണ് അടുത്ത പോസ്റ്റ്, മറ്റു ഘടകകക്ഷികളുണ്ട്. പക്ഷേ കേരളത്തിലെ എല്ലാ ഉയർന്ന പോസ്റ്റുകളിലും അധികാരത്തിലിരിക്കുന്നത് BJP നിർദ്ദേശിച്ച ആളുകളാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ലായേഴ്സ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് കണ്ടായിരുന്നോ? ലായേഴ്സ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് രാജേന്ദ്ര സാർ കണ്ടോ? അപ്പോ കോൺഗ്രസിനകത്ത് ഇതിന് പറ്റിയ വക്കീലന്മാരെ കിട്ടുന്നില്ലേ? നിങ്ങളുടെ എത്ര വക്കീലന്മാരാണ് ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്നത്? അവരെ ആരും നിങ്ങൾക്ക് ഗവൺമെന്റ് ബിൽഡറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? 13 അധിക പോസ്റ്റ് സൃഷ്ടിച്ചു. ഇത് ഇടതുപക്ഷമായിരുന്നെങ്കിലോ? ഇടതുപക്ഷം 13 അധിക പോസ്റ്റ് സൃഷ്ടിച്ച് അതിൽ ഏതെങ്കിലും ആളിന്റെ അയലത്ത് താമസിക്കുന്നത് ABVP-യിലോ BJP-യിലോ പ്രവർത്തിച്ച ആള് അയാളാവണ്ട, അയാളുടെ അയലത്ത് താമസിച്ചാൽ മതി. BJP-യുടെ അയലത്തുകാരനെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു വലിയ പ്രിവിലേജ് ഉണ്ട് കേരളത്തിൽ കേട്ടോ. 2-3 വലിയ പത്രങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, എന്ത് ചെയ്താലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പത്രങ്ങൾ. പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം കൊടുക്കാതിരിക്കുകയും VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അത് 1-ാം പേജിൽ കൊടുക്കുകയും ചാനലിന്റെ പ്രൈം ടൈം ന്യൂസ് ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രിവിലേജ് നിങ്ങൾക്കുണ്ട്. ആ പ്രിവിലേജിന്റെ ബലത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് PMC നടപ്പിലാക്കുന്നത് BJP സർക്കാരിന് വേണ്ടിയാണ് എന്ന് വാദിച്ച നിങ്ങൾ എന്തേ PMC-യുടെ കാര്യത്തിൽ ഇപ്പൊ യൂട്ടേൺ എടുത്തു? എന്താണ് ലീഗിന്റെ നേതാക്കൾ പറഞ്ഞത്? PMAY-യുടെ പേരിൽ നരേന്ദ്രമോദിയുടെ ലോഗോ വെച്ചെന്ന് കരുതി എന്താ കുഴപ്പമെന്ന് അല്ലേ? വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി വെള്ളാപ്പള്ളിയുടെ കാല് പിടിച്ചു ഒരു വനിതാ മന്ത്രി, അക്ഷരാർത്ഥം ലിറ്ററലി കാലെ തൊട്ടു തൊഴുതിട്ട് പറഞ്ഞത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ ക്ഷീരദിന ആശംസകൾ എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ കളിയാക്കി. അപ്പോ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയാൽ അത് ഡീല്. ഇനി വെള്ളാപ്പള്ളിയെ ഈ കാറിൽ കയറ്റിയതിന്റെ പേരിൽ ഡീല് പറയുമ്പോ വെള്ളാപ്പള്ളിയുടെ 10 ഇരട്ടി വർഗീയത പറയുന്ന ഒരു വനിതയല്ലേ ശ്രീമതി ശശികല അല്ലേ? ആ ശശികല ഇന്നലെ വിളിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആദരിച്ചപ്പോ ശരിയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സംഘടനയ്ക്കോ മുഖ്യമന്ത്രിയെ പോയി കാണാം. ആർക്കാ തർക്കം? വെള്ളാപ്പള്ളി ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് നടന്നു പോകുമ്പോ കാറിൽ കയറിയതിനെ നിങ്ങൾ BJP ഡീലായിട്ട് ആരോപിച്ചപ്പോ ശശികലയെ പോലുള്ള കേരളത്തിൽ ഒരു വർഗീയവാദി, അത് ഇസ്ലാം തീവ്രവാദി ആയിക്കൊള്ളട്ടെ, കാസക്കാരായിക്കൊള്ളട്ടെ, RSS ആയിക്കൊള്ളട്ടെ, ശശികലയെ പോലെ വർഗീയത പ്രസംഗിക്കുന്ന ഒരാളും കേരളത്തിലില്ല. അത് തനി നോർത്ത് ഇന്ത്യൻ പതിപ്പാണ്. പ്രജ്ഞാ സിംഗിന്റെ ഒക്കെ മോഡലാണ് ശശികല. അത്തരം ഒരാളെ വിളിച്ച് ആദരിച്ചതിനെ എന്താ ചർച്ച ചെയ്യാത്ത? എന്താ ഡീലായിട്ട് ആരോപിക്കാത്ത? അപ്പോ എന്ത് ഏർപ്പാടാണിത്? ഈ രൂപത്തിലല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം കാണുന്നത്. അപ്പോ മറഡോണ കൈകൊണ്ട് വാളടിച്ചിട്ടാൽ അത് ദൈവത്തിന്റെ കൈ, മാർക്സിസ്റ്റുകാരടിച്ചിട്ടാൽ അത് ഫൗള്. ആ ഏർപ്പാട് വേണോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോ തനി സംഘ്യ സർക്കാരായിട്ട് VD സതീശൻ ഈ സർക്കാരിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്.